നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ അനന്തകൃഷ്ണ. ഇന്നത്തെ വീഡിയോയിൽ ഒരു ഗൗരവമേറിയ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹൈദരാബാദിൽ ആയിരക്കണക്കിന് സർവകലാശാല വിദ്യാർത്ഥികൾ തെലങ്കാന സർക്കാരിനെതിരെ നടത്തിവരുന്ന പ്രതിഷേധത്തെക്കുറിച്ച് പോലീസ് ലിംഗഭേദമില്ലാതെ 50 വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തു. എന്തിന്? വെറുതെ ഒരു വനത്തെ സംരക്ഷിക്കാൻ ശ്രമിച്ചതിന്. പോലീസ് ക്യാമ്പസിൽ കടന്ന് വിദ്യാർത്ഥികളുടെ മുടി വലിച്ച് വസ്ത്രങ്ങൾ കീറിയെന്നാണ് ആരോപണം. ഇത് പ്രതിഷേധം കൂടുതൽ ശക്തമാക്കി. സർവകലാശാല ജീവനക്കാർ പോലും ഇപ്പോൾ പ്രതിഷേധത്തിൽ പങ്കുചേർന്നിരിക്കുന്നു. ഈ പ്രതിഷേധം എന്തിനാണെന്ന് മനസ്സിലാക്കാം. ഇത് വ്യക്തിപരമായ അവകാശങ്ങളെക്കുറിച്ചല്ല, മറിച്ച് സർവകലാശാലയ്ക്ക് സമീപമുള്ള ഒരു വനത്തെ രക്ഷിക്കുന്നതിനെക്കുറിച്ചാണ്. വിദ്യാർത്ഥികൾ ആ വനത്തെ ആശ്രയിക്കുന്ന വന്യജീവികൾക്ക് നീതി ലഭിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് എല്ലാ വിശദാംശങ്ങളും പങ്കുവയ്ക്കാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷനുകൾ എനേബിൾ ചെയ്യുക. സുഹൃത്തുക്കളെ, ഹൈദരാബാദ് സർവകലാശാല എന്നത് ഐ മദ്രാസ്, കോഴിക്കോട് എന്നിവയെപ്പോലെ ഇന്ത്യയിലെ മികച്ച സ്ഥാപനങ്ങളിൽ ഒന്നാണ്. ഇതിന് വളരെ വിശാലമായ ഒരു ക്യാമ്പസുണ്ട്. ഇത് കഞ്ച ഗച്ചിബൌളി എന്ന വനത്തിന് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത്. കഞ്ച എന്നാൽ പാഴ്നിലം എന്നാണർത്ഥം. മലയാളത്തിൽ നമ്മൾ പുറമ്പോക്ക് എന്ന് വിളിക്കുന്നതുപോലെ. 2000-കളിൽ സർക്കാർ ഈ ഭൂമി വികസന ആവശ്യങ്ങൾക്കായി കണ്ടെത്തി. ഈ വനം 400 ഏക്കർ വിസ്തൃതിയിലാണ് പരന്നുകിടക്കുന്നത്. കാലക്രമേണ ഈ പാഴ്നിലം ഒരു സമ്പന്നമായ ആവാസ വ്യവസ്ഥയായി മാറി. ഇപ്പോൾ ഇവിടെ 455 വ്യത്യസ്ത സ്പീഷീസുകൾ കാണപ്പെടുന്നു. 72 വൃക്ഷ ഇനങ്ങളും 233 പക്ഷി ഇനങ്ങളും ഉൾപ്പെടെ. ഹൈദരാബാദിന് മാത്രം സവിശേഷമായ ഒരു അപൂർവ ചിലന്തി സ്പീഷീസും ഇവിടെയുണ്ട്. മയിലുകൾ, കുരങ്ങുകൾ, പലതരം ഖാദ്യേന്ദ്ര എന്നിവയ്ക്കെല്ലാം ഈ വനം ആവാസകേന്ദ്രമാണ്. എന്നാൽ ഈ ഭൂമി വർഷങ്ങളായി തർക്കത്തിൽ ആയിരുന്നു. 2000-കളുടെ തുടക്കത്തിൽ ഹൈദരാബാദ് കായിക വികസനത്തിനുവേണ്ടി ഈ പ്രദേശം പദ്ധതിയിട്ടു. അവർ ഫ്ലോറിഡയുമായി സഹകരിച്ചു. അവർ ഇന്ത്യയിൽ ക്ഷയ ഭാരത എന്ന പേരിൽ പ്രവർത്തിച്ചിരുന്നു. ആന്ധ്രാപ്രദേശ് സർക്കാർ കായിക അടിസ്ഥാന സൗകര്യങ്ങൾക്കായി 400 ഏക്കർ നീക്കിവച്ചു. പക്ഷേ പുതിയ സർക്കാർ അധികാരത്തിൽ വരുന്നതുവരെ ഒരു വികസനവും നടന്നില്ല. അങ്ങനെ ഭൂമി 20 വർഷത്തോളം സ്പർശിക്കപ്പെടാതെ കിടന്നു. പക്ഷേ ഇപ്പോൾ തെലങ്കാന സർക്കാരിന് പുതിയ പദ്ധതികളുണ്ട്. അടി പാർക്കുകൾ. മിക്ക സംസ്ഥാനങ്ങളും പോലെ അവർ നഗരത്തിനുള്ളിൽ അടി പാർക്കുകൾ ആഗ്രഹിക്കുന്നു. അവരുടെ കണ്ണിൽ 400 ഏക്കർ വനഭൂമി പാഴായി കിടക്കുകയാണ്. സംസ്ഥാനം കഴിഞ്ഞ വർഷം എല്ലാ അനുമതികളും നേടി, കോടതി അനുമതി ഉൾപ്പെടെ. കോടതി മുന്നറിയിപ്പ് നൽകി. ഇതിനെ എതിർക്കുന്നത് കോടതിയെ ലക്ഷ്യമായി കണക്കാക്കും. കഴിഞ്ഞ ഞായറാഴ്ച ബുൾഡോസറുകൾ തുടർച്ചയായി എത്തിത്തുടങ്ങി. വിദ്യാർത്ഥികൾ ഞെട്ടിപ്പോയി. എന്താണ് സംഭവിക്കുന്നത്? എന്തിനാണ് ബുൾഡോസറുകൾ ഇവിടെ? സത്യം മനസ്സിലായപ്പോൾ അവർ ഉടൻ തന്നെ പ്രവർത്തിച്ചു. റോഡിലുള്ള എല്ലാ ബുൾഡോസറുകളെയും അവർ തടഞ്ഞു. വനം വെറുതെ വിടൂ എന്ന് ഉറക്കെ മുദ്രാവാക്യം വിളിച്ചു. അപ്പോൾ തന്നെ പോലീസ് എത്തി. 53 വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തു. ഓർക്കുക, വെറുതെ ഒരു വനത്തെ സംരക്ഷിക്കാൻ ശ്രമിച്ചത്. വിദ്യാർത്ഥികളെ വലിച്ചിഴച്ച്, മുടിയിൽ പിടിച്ചു വലിച്ച്, വസ്ത്രങ്ങൾ കീറി കസ്റ്റഡിയിലെടുത്തു. ഓൺലൈനിൽ പ്രചരിക്കുന്ന വീഡിയോകളിൽ ഇതെല്ലാം വ്യക്തമായി കാണാം. പോലീസിന്റെ വാദം എന്തായിരുന്നു? ഞങ്ങൾ വെറും ഉത്തരവുകൾ അനുസരിക്കുകയാണ്, അവരുടെ ജോലി വനം വെട്ടിത്തെളിക്കാൻ സഹായിക്കുക എന്നതായിരുന്നു. അതേ ദിവസം തന്നെ ബുൾഡോസറുകൾ വനത്തിലേക്ക് കടന്ന് നശിപ്പിച്ചു. നാശത്തിന്റെ ദൃശ്യങ്ങൾ ഓൺലൈനിൽ പ്രത്യക്ഷപ്പെട്ടു. ഞാൻ ആ ദൃശ്യങ്ങൾ ഇവിടെ കാണിക്കുന്നില്ല, എന്നാൽ ഞാൻ അവ കണ്ടു. അത് ഹൃദയഭേദകമായിരുന്നു. ദൂരെ നിന്ന് എടുത്ത വീഡിയോയിൽ ബുൾഡോസറുകളുടെ ശബ്ദവും മയിലുകളുടെയും മാനുകളുടെയും നിലവിളിയും കേൾക്കാമായിരുന്നു. പകൽ വെളിച്ചത്തിൽ ഒരു വനം ഇല്ലാതാക്കി. പക്ഷേ വിദ്യാർത്ഥികൾ പിന്മാറിയില്ല. ഇത് അവസാനിച്ചിട്ടില്ല എന്ന് അവർ പ്രഖ്യാപിച്ചു. അവർ അനിശ്ചിതകാല പ്രതിഷേധം ആരംഭിച്ചു. ഞങ്ങൾ ക്ലാസ്സിൽ പോകില്ല, ഞങ്ങൾ പഠിക്കില്ല, ഈ നീതി ലഭിക്കുന്നതുവരെ. ആരാണ് ശരി, സംസ്ഥാനമോ വിദ്യാർത്ഥികളോ? സുഹൃത്തുക്കളെ, പ്രധാന കാര്യം എന്താണെന്ന് നോക്കൂ. ഇന്ത്യൻ നിയമം വ്യക്തമായി വനങ്ങളെ സംരക്ഷിക്കുന്നു. ഇവിടം കഞ്ച അഥവാ പാഴ്നിലമായി തുടങ്ങിയെങ്കിലും ഇപ്പോൾ ഇതൊരു സമ്പന്നമായ വനമാണ്. അതേ സർക്കാർ വൃക്ഷം നടൽ പരിപാടികൾ നടത്തുന്നു, വീട്ടിൽ വനം വളർത്തൂ എന്ന് പ്രചരിപ്പിക്കുന്നു. എന്നിട്ടും അവർ തന്നെ യഥാർത്ഥ വനങ്ങൾ അടി പാർക്കുകൾക്കായി നശിപ്പിക്കുന്നു. ഇത് എത്രമാത്രം യുക്തിസഹമാണ്? വിദ്യാർത്ഥികൾ മറ്റൊരു പ്രധാന കാര്യം ഉന്നയിക്കുന്നത് പദ്ധതിക്ക് പാരിസ്ഥിതിക അനുമതി ഇല്ല. ഇത്തരം അനുമതികൾ പരിസ്ഥിതി മന്ത്രാലയത്തിൽ നിന്ന് ലഭിക്കേണ്ടതാണ്. വനങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ മാത്രം സ്വത്തല്ല, അവ നമ്മളെല്ലാവരുടെയും പൊതുസ്വത്താണ്. ഒരു പദ്ധതി ആരംഭിക്കുന്നതിന് മുമ്പ് സർക്കാർ ജനങ്ങളുമായി കൂടിയാലോചിക്കേണ്ടതുണ്ട്. ഈ വിദ്യാർത്ഥികളുടെ അഭിപ്രായത്തിൽ അത്തരം കൂടിയാലോചനകൾ നടന്നിട്ടില്ല. സുഹൃത്തുക്കളെ, ഓരോ ഇന്ത്യക്കാരനും ഈ രാജ്യത്ത് എന്താണ് സംഭവിക്കുന്നത് സംസാരിക്കാനുള്ള അവകാശമുണ്ട്. ഇത് ഒരു മാനവികതാ പ്രശ്നമാണ്. ഇന്ത്യ പാകിസ്ഥാൻ പോലുള്ള അതിർത്തി തർക്കം നാം തലമുറകളായി വംശീകരണത്തിനെതിരെ പോരാടുന്നു. ആഗോളതാപനം തീർച്ചയായും ഒരു യാഥാർത്ഥ്യമാണ്. കൊടുങ്കാറ്റുകൾ കൂടുതൽ അപകടജനകമായി തുടരുന്നു. നാം ഇതെല്ലാം നമ്മുടെ കണ്ണുകൾക്ക് കാണുന്നു. സർക്കാർ പ്രകൃതി നശിപ്പിച്ച് ലാഭം നേടുന്നു, പക്ഷേ അതിന്റെ ഗുണമറ്റുള്ളത് നമ്മുടെ ഭാവി തലമുറകളാണ്. ഈ തലമുറയുടെ ഭാഗമായി ഞാൻ വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തിന് പിന്തുണ നൽകുന്നു. നിങ്ങളും അവർക്കൊപ്പം നിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വികസനം ആവശ്യമാണ്, പക്ഷേ ജീവന്റെ വിലയിൽ അല്ല. ഓർക്കുക, ജീവിതം മനുഷ്യരെ മാത്രം സംബന്ധിച്ചുള്ളതല്ല. വനത്തിലെ ഓരോ ജീവിക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. നമുക്ക് ഈ ഭൂമിയിൽ അവകാശമുള്ളതുപോലെ തന്നെ. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പങ്കുവയ്ക്കൂ.
വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്തുക, ഷെയർ ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, എല്ലാവർക്കും സ്നേഹം.